ദുബായ് ടു കേരള റോഡ് ട്രിപ്പ്, അതെ, അത് നമ്മുടെ ഡ്രീം ജേണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഷാർജയിൽ നിന്ന് ഇന്ന് ഇറാനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാർജയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഇത് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു പല അഡ്വഞ്ചർ ട്രിപ്പുകൾ നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനൊരു അഡ്വഞ്ചറിൻ്റെ കേസ് നമ്മൾ വളരെ വൈകിയ വേളയിലാണ് നടന്നത്. അപ്പോൾ രഞ്ജിത്തിനും എൻ്റെ കൂട്ടാളി ഗിരീഷിനും കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും അതെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. യാത്ര ഒരു നല്ല സക്സസ് ആവട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ കൾച്ചറും നിങ്ങൾ കാണട്ടെ, എല്ലാ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം എല്ലാവരുടെ അപ്ഡേറ്റ് ചെയ്യാം. ഈ വണ്ടി ഓടിച്ച് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ വണ്ടി ഓടിച്ച് നാട്ടിലേക്ക് പോവാണ്. യുഎഇന്ന് വണ്ടി ഓടിച്ച് നാട്ടിലേക്ക് പോകണം. എന്താണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാരണം? അല്ല, അത് പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു. എക്സ്പ്ലോറിംഗ് വന്ന സ്ഥലങ്ങള് വണ്ടി ഓടിച്ച് പോവാന്നുള്ളതല്ലേ അതിന്റെ ഒരു ക്രേസ്. റോഡ് ട്രിപ്പ് തന്നെ അല്ലേ? അപ്പൊ ബിനീഷ് ആൻഡ് രജിത്ത് ബി പോസിറ്റീവ്. ഇവരിവിടെ എഴുതിയിട്ടുണ്ട് ബി പോസിറ്റീവ്. രണ്ടാളും ബി പോസിറ്റീവ് ആണോ? ഞങ്ങൾ ബി പോസിറ്റീവ് ആണ്. ഓക്കെ, അടിപൊളി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഷിപ്പിംഗ് കമ്പനിയിലേക്കാണ്. അപ്പോൾ അതിന് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മെയിനായിട്ട് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ ഒന്ന് കാർനെറ്റാണ്, രണ്ടാമത് RTA ടൂറിസ്റ്റിൻ്റെ. ഈ രണ്ട് പേപ്പേഴ്സാണ് നമുക്ക് ഇറാനിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യുമ്പോൾ വേണ്ടത്. നമ്മളത് ഓൾറെഡി എല്ലാം എടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുമുണ്ട് നമ്മുടെ ഈ ഷിപ്പിംഗ് കമ്പനി. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഷാർജയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫെറി സർവീസ് നടത്തുന്ന ഒരു കമ്പനിയുടെ അടുത്തേക്കാണ്. ഓൾറെഡി 4:30 എത്തേണ്ടായിരുന്നു. ഓൾറെഡി കുറച്ച് ലേറ്റായി. നമ്മളവരെ വിളിച്ച് പറഞ്ഞു ഒരു 10 മിനിറ്റ് ലേറ്റ് ആവുന്നുള്ളത്. കാരണം കുറച്ച് ആളുകൾ നമ്മളെ യാത്ര അയക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നന്ദി പറയണം. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ചെന്ന് കുറച്ച് പേപ്പർ എടുക്കുന്നു, എന്നിട്ട് നേരെ നമ്മൾ പോർട്ടിലേക്ക് പോകും. അതാണ് ഇനി അടുത്തത് സംഭവം. ഇതാണ് ആ ഓഫീസ്. അടുത്ത് നമ്മൾ ഈ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കുള്ള ഫെറി കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇൻ കേസ് ഫെറി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് വരേണ്ടത്. ആഴ്ചയ്ക്ക് 2 ദിവസമാണുള്ളത്. ഒന്ന് തിങ്കളാഴ്ച വൈകിട്ടും ഒന്ന് വ്യാഴാഴ്ച വൈകിട്ടും. ആ 2 ദിവസമാണ് വരുന്നത്. The thing you have to do is that you have to drop him at the passenger terminal because only one person is allowed. The gate pass is in your name. So first you have to drop him, then you have to come back at the gate, in the main gate. At the gate you have to show them these papers. That is the gate pass for you, gate pass for the car, and show them this paper as well, plus one more paper which I have given you. That is number 3 I have mentioned, I think so. Yeah, this is the one. Just keep this with you. Over there. And if anybody is asking over there the company code, you can show them this code A7107. Okay. They will take 20 dirhams from you. Okay. So there are 2 offices at the gate. One is for the security, and the next is for customs inspection. Gate pass for the vehicle. Okay. Then this is the customs documentation. Okay. Online, which is done. Okay. And this is just a copy of the tourism certificate. police. Yeah. Tourism certificate. And this is the same? Carnet. Oh, this is a card. Which is already stamped. The exit stamp is done inside. Okay. Yeah, this is a carnet. 2 പേരല്ലേ പോകുന്നത്. അപ്പോൾ എന്നെ പാസഞ്ചർ ടെർമിനലിൽ ആൾ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ആൾ ഡയറക്റ്റ് വണ്ടി എടുത്തിട്ട് ഷിപ്പിൻ്റെ അവിടെ പോകും. എന്നിട്ട് അവിടുന്ന് ഷിപ്പിലേക്ക് വണ്ടി കയറ്റി അതിന് ശേഷം വേണം ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ. അപ്പോൾ എനിക്കുള്ളത് ഇതാണ് പേപ്പർ. ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഇത് നൈറ്റ് നമുക്ക് കാറിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഓപ്ഷനാണ്. അപ്പോൾ ഒരു അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ചോദിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബിനു ബ്രോ ഇതിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോണതിന് മുന്നേ. ഒരു സാധനം എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങണം, എയറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആള് നമ്മളെ ട്രിപ്പ് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാസഞ്ചർ ടെർമിനലെത്തി. ഞാൻ ഇവിടെയാണ് ഇറങ്ങാം. ബ്രോ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പുറകെ വരും. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഒന്ന് വൈബൊക്കെ പിടിച്ചിരുന്നു. അപ്പം പിന്നെ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ആളും കൂടി വരട്ടെ എന്ന്. പിന്നെ കുറച്ച് നേരം കണ്ടില്ല. പിന്നെ ഞാൻ ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ അത് നമുക്ക് ഈ എമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടി. ബ്രോ അകത്തുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്നൊരു ന്യൂസിലാൻഡ് കപ്പിൾ പിന്നെ ഒരു കുട്ടിയുണ്ട്. അവരും ഈ ട്രിപ്പ് ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്യുന്നത് ചൈനയിൽ നിന്ന് നേരെ തിരിഞ്ഞ് ഇങ്ങോട്ട് UAE തന്നെ വരും. ഇതാണ് എറിക്.
അപ്പോൾ അവർ ഒരു ലൂപ്പ് അടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ എമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫെറിയിലേക്കാണ്. പക്ഷെ അതിന് കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ അവർ നമുക്ക് ബസ് സർവീസ് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ പാസഞ്ചേഴ്സിനും. കുറേ ഇറാനി ആളുകൾ നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടികളായിട്ട് ഞങ്ങളുടെയും മെറിക്കിൻ്റെയും വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പോർട്ടിൽ പോയി ബസ് നിർത്തി. അപ്പോൾ നമുക്ക് പുറത്ത് നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇനി അവിടെ നമ്മൾ വേണം ഡ്രൈവ് ചെയ്തിട്ട് ഈ ഫെറിക്കകത്ത് ഈ വണ്ടി കൊണ്ടുപോയി കയറ്റാൻ. അത് കഴിഞ്ഞ് ഇതിൽ ഏറ്റവും താഴെയാണ് നമുക്കുള്ള സ്റ്റേ കാര്യങ്ങളെല്ലാം ഉള്ളത് മേലെയാണ്. അങ്ങനെ നമ്മൾ വണ്ടി ലോഡ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വണ്ടിയെല്ലാം ലോഡ് ചെയ്തിടുന്നത്. 2 വണ്ടിയല്ല 3 വണ്ടി ഉണ്ടായത്. 3ാമത്തെ വണ്ടി ആരുടെയെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഫെറിയുടെ ഉൾവശം. അപ്പോൾ അധികം ആളൊന്നും ഇല്ലാത്ത കാരണം ഓരോരുത്തർ ഓരോ റോ പിടിച്ചിരിക്കുക. അപ്പോൾ അത് ആ നടുവത്തെ സംഭവം നമ്മൾ മേപ്പെട്ട് മാറ്റി സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ നമുക്ക് ഇതിന് ഡിന്നർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തോ ടൈപ്പ് റൈസ് ആയിരുന്നു. എനിക്ക് പിന്നെ ഒരു സൈഡിൽ അവർ ചിക്കൻ വെച്ച് തന്നാണ് മിക്സ് ആക്കാതെ. അപ്പോൾ അത് ഞാൻ പ്രോയ്ക്ക് കൊടുത്ത് ഞാൻ പിന്നെ റൈസൊക്കെ എടുത്താണ് കഴിച്ചത്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫെറി ഷാർജയിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ തീരം ഇറാനാണ്. നമ്മുടെ UAE ദൂരത്തുനിന്ന് കുറച്ച് ദൃശ്യങ്ങൾ കാണാനുള്ളത്. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഇളക്കം കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. നമ്മൾ പോയത് അറിഞ്ഞില്ല, പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെ മൂവിങ് ഉണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഇറാൻ വെച്ച് കാണാം.